ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല തെരണ്ടി മീൻ വറുത്തരച്ച കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ തെരണ്ടിക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചൂടായ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ തേങ്ങയുടെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു തേങ്ങയിലോട്ട് ഞാനൊരു 4-5 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ തേങ്ങ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ വറുത്ത മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടിയുടെ പച്ചച്ചുവയ്ക്ക് മാറിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി ഈ ഒരു തേങ്ങ ഇവിടുന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ തെരണ്ടി മീൻ കഷ്ണങ്ങളാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ 4-5 ചെറിയുള്ളി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. മീഡിയം സൈസുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ്. ഞാനിവിടെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലോട്ട് വേണ്ടത് എരിവിന് ആവശ്യത്തിന് പച്ചമുളകാണ്. ഞാനിവിടെ കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മീൻ കഷ്ണങ്ങളൊക്കെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കഷ്ണങ്ങളൊക്കെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് 3/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത്. ഇൻ കേസ് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂണോളം വറുത്ത മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിട്ട് കാന്താരി കൂട്ടി ചേർത്ത് കൊടുക്കാം. ഇൻ കേസ് പച്ചമുളകാണെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ടേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ വാളംപുളിയാണ് എടുത്തേക്കുന്നത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി കുതിർത്ത് വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ആവശ്യത്തിന് വെള്ളമാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിത് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പം ഞാനിത് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തതാണ്. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം നമ്മുടെ വറുത്ത തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടാറിയപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തതാണ്. അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വറുത്തരച്ച തേങ്ങയുടെ അരവൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തേങ്ങയുടെ അരവൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറിയിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു ടൈം നമുക്ക് തീ ഓഫ് ചെയ്യാം. അവസാനമായിട്ട് ഇതിലോട്ട് ഞാൻ കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി തിരണ്ടി മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.
അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.